ഹലോ, ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം കുഞ്ഞുള്ളി, പച്ചമുളക്, പുളി, ഉപ്പ് എന്നിവ നന്നായി ഇടിച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്യുക. രണ്ടാമത്തേത് വറ്റൽമുളകും കുഞ്ഞുള്ളിയും പുളിയും നന്നായി എണ്ണയിൽ വഴറ്റിയിട്ട് അതും ഒരു ഇടികല്ലിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി മിക്സ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഏതൊക്കെ വിഭവങ്ങളാണ് നമ്മൾ നോക്കാം. കപ്പ, പലതരം അച്ചാറുകൾ, മീൻകറി, ഇഞ്ചിക്കറി തുടങ്ങിയവയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനിയും 2 മൺചട്ടി എടുക്കുക വീട്ടിലുള്ള. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം തലേദിവസത്തെ ചോറെടുത്ത് വെച്ച പഴങ്കഞ്ഞി ചേർക്കുക. അതിനുശേഷം കപ്പക്കുഴ. ഓരോ സ്ഥലത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത്. കപ്പക്കുഴയെന്നും കപ്പ വേവിച്ചതെന്നും ഒക്കെ അറിയപ്പെടും. അപ്പോൾ അത് അല്പമായിട്ട് പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് തൈര് കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ അച്ചാർ, ഇത് നാരങ്ങ അച്ചാറാണ്. അമ്മാമ്മ ഇട്ട നാരങ്ങ അച്ചാർ തീരാറായി. പിന്നെ വന്നിട്ട് മാങ്ങ അച്ചാർ, അതിൻ്റെ വീഡിയോ വിട്ടുപോയി. മാങ്ങ അച്ചാർ, പാവയ്ക്ക അച്ചാർ, ഇതൊക്കെ കവിതാമ്മ ഓണം സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ അച്ചാറിൻ്റെ ഒരു വൻ ശേഖരണമുണ്ട്. കാരണം ഇവിടെ അച്ചാർ ഭ്രാന്തന്മാരാണ് എല്ലാവരും. പിന്നെ നാരങ്ങ വെള്ളയിലിട്ടത്. അതിനുശേഷം നമ്മൾ ഇടിച്ചു വെച്ച ചമ്മന്തി, പച്ചമുളക് ചമ്മന്തിയും അതുപോലെ തന്നെ വറ്റൽമുളക് ചമ്മന്തിയും അതും 2 മൺചട്ടിയിലേക്ക് ചേർക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ്. അതൊരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു ഞങ്ങളുടെ ഇഞ്ചിക്കറി കവിതാമ്മയുടെ. അത് തീർന്നു പോയി. അതാണ് ലാസ്റ്റ് ശകലം ഞങ്ങൾ ചേർത്തു. പിന്നെ ചൂരക്കറി, തലേ ദിവസത്തെ ചൂരക്കറി, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ പേരിനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കയും പിന്നെ എണ്ണയിൽ വറുത്ത മുളകും പിന്നെ ലാസ്റ്റ് അല്പം മോരും. ഇതാണ് ഈ പഴങ്കഞ്ഞിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങളൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.